നൂറിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ജയിക്കാനായെങ്കിലും തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും പരാജയം CPM എങ്ങനെ മറക്കും? പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM പരാജയപ്പെട്ടത് CPM-ൽ നിന്ന് സമീപകാലത്ത് പുറത്തുപോയവരോടാണെന്ന് പരിഗണിക്കുമ്പോൾ ഇവിടുത്തെ പരാജയം CPM-ന് ഉടനെ എങ്ങും മറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ പോരാ, ഭരണത്തോടും ഭരിച്ചവരോടുമുള്ള അതിതീവ്രമായ ജനരോഷം എന്ന് തന്നെ പറയണം. മന്ത്രിമാർക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ച യുവാക്കളെ ചെടിച്ചട്ടി ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമിച്ചതിന്റെ ദൃശ്യം കണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയെ ജനം ബാലറ്റിലൂടെ കൈകാര്യം ചെയ്തു. സമരങ്ങളെ പുച്ഛിക്കുകയും പ്രതിഷേധങ്ങളെ തല്ലി ഒതുക്കുകയും ചെയ്തത് സമരങ്ങളിലൂടെ വളർന്നു വന്ന ഇടതുപക്ഷത്തിന്റെ സർക്കാരായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയും വന്യജീവി ആക്രമണങ്ങളോട് കാട്ടിയ നിസ്സംഗതയും മലയോര ജനതയെ സർക്കാരിനെതിരാക്കി. കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ മുദ്രാവാക്യം മുഴക്കിയ ചെറുപ്പക്കാർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചേർത്തത്. അവർ മന്ത്രിയുടെ അടുത്തെങ്ങും എത്തിയില്ലെന്ന് ജനങ്ങളെല്ലാം TV-യിലൂടെ കണ്ടതാണ്. പക്ഷെ ഭരണപക്ഷത്തെ നേതാക്കൾക്ക് മാത്രം അത് മനസ്സിലായില്ല. കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച ചെറുപ്പക്കാർ 2 ആഴ്ച ജയിലിൽ കിടന്നു. ആശാസമരത്തെ സർക്കാർ നേരിട്ടത് എങ്ങനെയെന്നും ജനം കണ്ടു. ഇതിനെല്ലാം കണക്ക് തീർത്ത് ജനം കൊടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ന്യൂനപക്ഷ പ്രേമം വിട്ട് ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് കടന്ന CPM-ന് ഒടുവിൽ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുപോലും തിട്ടയില്ലാത്ത സ്ഥിതിയായി. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും വെള്ളാപ്പള്ളിയും പിണറായി വിജയനും തമ്മിലുള്ള സൗഹൃദവും എല്ലാം LDF-ന് വിനയായി. ഉത്തരേന്ത്യൻ ശൈലിയിൽ മതധ്രുവീകരണത്തിന് ശ്രമിച്ചവരെയും മതേതര കേരളം ഒതുക്കി. മാധ്യമങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും സഭാപിതാക്കന്മാരെയും അവഹേളിച്ചവർക്ക് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒന്നിച്ച് മറുപടി കൊടുത്തു. ഭൂരിപക്ഷവും നന്ദി കാണിച്ചില്ല. ഹിന്ദു MLA എന്ന മുദ്രാവാക്യം ഉയർത്തിയവരെയും തങ്ങളുടെ ഏരിയയിൽ വോട്ട് ചോദിക്കാൻ വഴി നടക്കരുതെന്ന് പറഞ്ഞവരെയും ഒക്കെ മതവിശ്വാസികൾ നിർദ്ദയം തള്ളി. മതമാണ് 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 മുഖ്യമെന്ന ഭ്രാന്തൊന്നും അനുവദിക്കരുത്. തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തപ്പോൾ സർക്കാരും LDF-ഉം നടത്തിയ വമ്പൻ പരസ്യ പ്രചാരണം ജനത്തെ ആകർഷിക്കുകയല്ല, മറിച്ച് ഭരണപക്ഷത്ത് നിന്ന് അകറ്റുകയാണ് ചെയ്തത്. മറുവശത്ത് UDF ആകട്ടെ വിഭവശേഷിയിൽ പിന്നിലായിരുന്നു. എന്നിട്ടും അവർ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത്. UDF 100 സീറ്റ് കടക്കുമെന്നും UDF ജയിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസം വരിക്കുമെന്നും വരെ VD സതീശൻ ആവർത്തിച്ചു പറഞ്ഞു. ഇത് വല്ലാത്തൊരു ആത്മവിശ്വാസം തന്നെയായിരുന്നു. ഇത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മറ്റൊരു കോൺഗ്രസ് നേതാവിനെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഹൈക്കമാൻഡിൽ നിന്നുള്ള വലിയ പിന്തുണ KC വേണുഗോപാലിന്റെ സംഭാവനയാണ്. രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങളും എഴുതിത്തള്ളാവുന്നതല്ല. ജനമനസ് ഇത്ര കൃത്യമായി വായിച്ച ഈ നേതൃപാടവത്തിന് ജനങ്ങളുടെ ആവശ്യങ്ങളും മനസ്സിലായേക്കും. ഇനിയാണ് വെല്ലുവിളി. പെരിച്ചാഴി പെറ്റ ഖജനാവ്, വന്യജീവി തെരുവുനായകൾ, കർഷകരോധനം, ആശയറ്റ തൊഴിലാളികൾ, അഴിമതി, ധൂർത്ത്, സ്വജനപക്ഷപാതം, വർഗീയ കലകളുടെ വിദ്വേഷ ഭജനകൾ. പുതിയൊരു കേരള സ്റ്റോറി എളുപ്പമല്ല, പക്ഷെ സാധ്യമാണ്. പുതിയ സർക്കാരിന് വലിയ ജോലികളുണ്ട്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കണം. വർഗീയത നാട് നശിപ്പിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണം. മതപ്രീണനം കൊണ്ട് മതേതരത്വത്തിന് പരിക്കേൽപ്പിക്കരുത്. വന്യജീവി തെരുവുനായ ശല്യം സംസ്ഥാനത്തിന്റെ ശാപമായി മാറിയത് ഇടത് വിരോധത്തിന് കാരണമായെന്ന് തിരിച്ചറിയണം. ജനജീവിതം ദുസ്സഹമാക്കിയ നിയമങ്ങൾ തിരുത്താൻ കേന്ദ്ര സർക്കാരിനെയും ദേശീയ നേതൃത്വത്തെയും പ്രേരിപ്പിക്കണം. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖല അഴിച്ചുപണിയണം. ആശമാർക്ക് കൊടുക്കാമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞത് കൊടുക്കണം. കേരളത്തിന്റെ മനസ്സ് വായിച്ചവർ ആവശ്യങ്ങളും വായിക്കട്ടെ. ഇടത് സർക്കാർ ചെയ്തതെല്ലാം പരാജയമായതുകൊണ്ടല്ല ജനം അധികാരം തിരിച്ചെടുത്തത്. ചെയ്യേണ്ടത് പലതും മറന്നതുകൊണ്ടാണ്. അഴിമതിക്ക് താത്വികാവലോകനം നടത്തി ഇരുട്ടാക്കിയതുകൊണ്ടാണ്. ധാർഷ്ട്യത്താൽ അന്ധരായതുകൊണ്ടാണ്. പക്ഷെ പരാജയപ്പെട്ടവർ വനവാസത്തിന് പോകുന്നതല്ല ജനാധിപത്യം. ഏകാധിപത്യ ശൈലിയിലും തുടർഭരണത്തിന്റെ ധാർഷ്ട്യത്തിലും മതിമറന്നതൊക്കെ പഠിക്കാൻ CPM-ന് 5 വർഷത്തെ സമയമുണ്ട്. 2031-ൽ പുനഃപരീക്ഷ എത്തുവോളം ക്രിയാത്മകമായ പ്രതിപക്ഷമായി വികസന രാഷ്ട്രീയത്തിൽ പങ്കെടുക്കൂ.